അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്ലിപ്പിൻ്റെ മേക്കിംഗ്. അതായത് ഈ ഒരു ക്ലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഗ്ലിറ്ററൊക്കെ നല്ല ഇളകി പോരുന്ന ഒരു ഞാൻ ഉപയോഗിക്കാതെ വെച്ചൊരു ഷീറ്റാണ്. അതിൽ തന്നെ ഞാൻ എന്നിട്ട് സോൾഡറിങ് അയൺ ഞാൻ ആദ്യം ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഒന്ന് വാങ്ങിയിട്ട് അത് പിന്നെ നേരാവാതൊക്കെ അത് കുറേ വട്ടം നോക്കിയതും പിന്നെ ലാസ്റ്റത്തെ നമ്മുടെ അടുത്തുള്ളത് ഇതുപോലെ കട്ടാകുന്നതാണ് കേട്ടോ, നല്ല സോൾഡറിങ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരീക്ഷിച്ച് നോക്കിയൊരു ഷീറ്റാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഉണ്ടാക്കുക. അപ്പോൾ ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലിറ്റർ പോകുമെന്നുള്ള പ്രശ്നം വേണ്ട, അതിനെ പറ്റിയൊരു ചിന്തയും വേണ്ട കേട്ടോ. അത് ഗ്ലിറ്റർ ഇല്ലാതെ തന്നെ നമുക്കിത് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനൊരു ചെറിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 5 പെറ്റൽസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര പെറ്റൽസുള്ള ഫ്ലവർ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഉണ്ടോ, ഇതുപോലെ ഒരു സ്റ്റെൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് നിങ്ങൾക്കിങ്ങനെ ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് ചെയ്യാം. ഒരു കാർഡ് ബോർഡിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാവുമല്ലോ, അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ 2 തട്ടാണ്, അപ്പോൾ ഒരു തട്ട് നമ്മളിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നിങ്ങൾക്കിത് നല്ല രീതിയിൽ ഇതിങ്ങനെ വരച്ചെടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ അടുത്ത് വേറെ മോഡലും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും വേസ്റ്റാക്കി കളയരുത് കേട്ടോ. കണ്ടോ, ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് വരച്ചിരിക്കുന്നത്. എനിക്കൊന്നും അങ്ങനെ കളയാൻ തോന്നൂല. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ഐഡിയകളും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് ഓരോന്നും നല്ല രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് തിന്നായിട്ടുള്ള ഫോം ഷീറ്റിൽ ഇങ്ങനെ ഗ്ലിറ്റർ ഇല്ലാത്ത ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കളേഴ്സൊക്കെ നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, അധികം കളേഴ്സും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മളെ അടുത്താണെങ്കിൽ പോലും ഒരു 3 കളറൊക്കെയാണ് തിന്നായിട്ടുള്ള ഫോം ഷീറ്റൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഫോം ഷീറ്റ് നമ്മുടെ അടുത്ത് വെറുതെ ഇരിക്കുന്നതൊക്കെ എടുത്തിട്ട് അതുപോലെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് പിന്നെ കണ്ടോ, തിക്നെസ് കുറവാണ് കേട്ടോ. കാണാനുണ്ടോ, തിക്നെസ് കുറവാണ്ട്. നമ്മൾ നമ്മളാ സാധാ ഒരു കട്ടിയില്ലാത്ത ഫോം ഷീറ്റ്, ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റ് വാങ്ങുമല്ലോ, അത് കിട്ടാത്തവർ ഗ്ലിറ്റർ ഇല്ലാത്തതിനെ ഫോം ഷീറ്റ് അവർക്ക് കിട്ടുന്നത് കുറച്ച് കട്ടിയുള്ളതാവും. അതാവുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊരു കട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ നല്ലത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. എണ്ണം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഫോം ഷീറ്റ്, ഇപ്പോൾ ഈ ഒരു ഫ്ലവർ അല്ല, ഏത് ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും 2 ടൈപ്പിൽ നമുക്കത് ചൂടാക്കാൻ പറ്റും. അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ബോക്സ് നല്ല രീതിയിൽ ചൂടാക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ഈ ഭാഗം, ഈ ഒരു ഗ്ലിറ്റർ ഇല്ലാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അയൺ ബോക്സിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഭാഗമാണ് പൊള്ളച്ച് വരിക കേട്ടോ. ഈ ഭാഗമാണ് പൊള്ളച്ച് വരിക. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തേക്കാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ഭാഗം വേണ്ട, കാരണം ഇത് ഗ്ലിറ്റർ പോരുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കിത് ഗ്ലിറ്റർ ഇല്ലാത്ത ടൈപ്പ് ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തൊന്ന് ഇവിടെയൊക്കെ പൊന്തിയിട്ടുണ്ടാവും, ഈ ഭാഗം ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല ഭംഗിയിൽ ഇതുപോലെ ഒരു ഫ്ലവർ, നല്ല പെറ്റൽസൊക്കെ നല്ലൊരു ഷേപ്പ് വരും. എന്നിട്ട് നമ്മളിത് രണ്ടും കൂടി ഈ 2 പെറ്റൽസിൻ്റെ നടുവിലായിട്ട് അടുത്ത പെറ്റൽസ് വരണം, അങ്ങനെ വെച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇപ്പോൾ ഉരുക്കുന്നതിൽ ഒന്ന് ചിലപ്പോൾ നല്ല മുരുകിയിട്ടുണ്ടാവും, ഒന്ന് ചിലപ്പോൾ നമ്മളിപ്പോൾ സെയിം വലുപ്പത്തിൽ കട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പോലും ഉരുകി വന്നാൽ രണ്ടും ചിലപ്പോൾ 2 വലുപ്പമാവും. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറുത് മുകളിൽ വെക്കുക, ഏറ്റവും കൂടുതൽ ഉരുകിയത് മുകളിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെക്കുക. ഞാനിപ്പോൾ ഇത് ഉരുക്കിയിട്ടില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ പോളൻസ് തന്നെ എടുക്കാം. ഞാൻ ഇപ്പോൾ വലുതാണ് എടുത്തിട്ടുള്ളത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതിന്ന് ഒരു ബെഞ്ച് വലിച്ചാൽ പോരും കേട്ടോ. ഒരു ബെഞ്ച് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം ഈ ഒരു ഗ്രീൻ കളർ, ഈ ഗ്രീൻ ടേപ്പാണ്, അത് നമ്മൾ കളയുക കേട്ടോ. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇപ്പോൾ ഇതുപോലെ കിട്ടും.
ഇതിൻ്റെ ഉള്ളിലാവും ഈ ഒരു കമ്പി കേട്ടോ. ഈ കമ്പി ഇതിൽ കുറച്ചും കൂടി ഉണ്ടാവും, ഞാനിപ്പോൾ അത് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പി ഊരിയിട്ട് നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒരു പീസോ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ എത്ര വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒറ്റ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു കമ്പി തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഇതിൻ്റെ നടുവിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ഒരു കമ്പി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുവിൽ കൂടെ നമ്മൾ കുത്തിക്കയറ്റി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ ഒരു കമ്പി നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം കേട്ടോ. ഓരോന്നും നമുക്ക് ചെയ്തതിന് ശേഷം നമുക്കിനിയിപ്പോൾ ഇത് കമ്പിയുടെ ആവശ്യമില്ല. നമുക്കിപ്പോൾ ടിയാര ഫ്ലവറൊക്കെയാണ്, ടിയാരക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്പി അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പി ഇതിങ്ങനെ കയറ്റിയതിന് ശേഷം ഇതിങ്ങനെ എടുത്ത് മാറ്റുക. എന്നിട്ട് അടുത്തതും നമുക്കിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പി തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇവിടെ ഗ്ലൂ തേച്ച് കൊടുക്കുക, ഇവിടെ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഇത് പിന്നെ നൂലല്ല, ഇത് കട്ട് ചെയ്യേണ്ട ഒരേ സൈസിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഉരുക്കിയിട്ടില്ല. ഇത് നമ്മൾ ഉരുക്കിയപ്പോഴാണ് ശരിക്കും ഫ്ലവറിൻ്റെ ഒരു ഷേപ്പും അതുപോലെ തന്നെ ഒന്നുകൂടി നമ്മുടെ സൈസ് കുറച്ച് കുറവ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ.